ഈ മാനസിക പ്രശ്നങ്ങളുള്ളവർ മിക്കവാറും അല്ലെങ്കിൽ അവരുടെ പേരൻസോ റിലേറ്റീവ്സോ ഒക്കെ ഉന്നയിക്കുന്ന ഒരു സ്ഥിരം ചോദിക്കുന്ന ഒരു കൺസേൺ ആണ് ഇത്തരം ആളുകൾക്ക് മാനസിക രോഗ പ്രശ്നങ്ങളുള്ളവർ വിവാഹം ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം. ശരിക്കും ഇതിന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് ഒരു ബയോ സൈക്കോ സോഷ്യൽ ഒരു ആസ്പെക്റ്റ്, രണ്ട് ലീഗലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ്. ഈ രണ്ട് കാര്യങ്ങളും നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാം ഈ ഒരു ചെറിയ വീഡിയോയിൽ. ലീഗൽ ആസ്പെക്ട്സിനെ കുറിച്ച് പറയാൻ ഞാൻ ശരിക്കും ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് അല്ല, എങ്കിലും കഴിഞ്ഞത്ര വിവരങ്ങൾ ഞാനിതിലൊന്ന് ഷെയർ ചെയ്യാം. ആദ്യമേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ബയോ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, മാരേജ് അല്ലെങ്കിൽ വിവാഹം ഒരു ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് അത് ചികിത്സാ രീതിയായിട്ട് അവലംബിക്കുന്ന ഒന്നല്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വിവാഹം കഴിച്ചത് കൊണ്ട് മാനസിക പ്രശ്നങ്ങൾ മാറില്ല. അത് എത്ര ലഘുവായിട്ടുള്ള പ്രശ്നമാണെങ്കിലും ശരി, എത്ര ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിലും ശരി, വിവാഹം ഒരു ചികിത്സാ രീതിയേ അല്ല. കുറച്ചുകാലം മുമ്പ് വരെയെങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോയിന്റ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. വിവാഹം അല്ലെങ്കിൽ മാരേജ് ഈസ് നോട്ട് എ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഒരുവിധ മാനസിക പ്രശ്നങ്ങൾക്ക്. പലപ്പോഴും നമ്മൾ ഈ ലഘുവായിട്ടുള്ള ചില മാനസിക രോഗങ്ങളെ നമ്മളൊരു ഉത്തരവാദിത്വമില്ലായ്മയാണ് എന്ന് പേരൻസൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊരു കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും, അവന് കുറച്ചുകൂടി ഉത്തരവാദിത്തമൊക്കെ വന്നു കഴിയുമ്പം കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ശരിയായിക്കോളും എന്നുള്ളൊരു തോട്ട് പല ആളുകളിലും ഉണ്ട്. യഥാർത്ഥത്തിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ലഘുവായിട്ടുള്ളൊരു മാനസിക പ്രശ്നത്തെ നമ്മൾ അത് ലഘുവായിട്ടുള്ളൊരു മാനസിക പ്രശ്നം എന്ന് തന്നെ വേണം കണക്ക് കൂട്ടാൻ. അല്ലാതെ അതൊരു ചെറിയൊരു ഉത്തരവാദിത്തക്കുറവാണെന്നോ ചെറിയൊരു കഴിവ് കുറവാണെന്നോ, അത് ഒരു കല്യാണമൊക്കെ കഴിച്ചൊരു ഫാമിലിയൊക്കെ ആകുമ്പം കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്തമൊക്കെ വരും, അപ്പോൾ അത് തന്നെ അങ്ങ് ശരിയായിക്കോളും എന്ന് ചിന്തിക്കുന്നത് ശാസ്ത്രീയമായി തെറ്റാണ്, പ്രാക്ടിക്കലിയും തെറ്റാണ്. അതായത് വിവാഹം കൊണ്ട് ഉത്തരവാദിത്തം ഇല്ലാത്ത ആളോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു മാനസിക പ്രശ്നമുള്ള ഒരാളോ ഒന്നും ശരിയാവില്ല. അവർക്ക് യഥാർത്ഥത്തിൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ആവശ്യം. പിന്നെ ഈ മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ കഴിവതും രണ്ട് പാർട്ടീസും തമ്മിൽ മാക്സിമം വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ട് വേണം ഒരു വിവാഹബന്ധത്തിലേക്ക് പോവാൻ. അത് പല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, വിവാഹത്തിന് ശേഷം മറ്റൊരാൾക്ക് മാനസിക രോഗം ഉണ്ടെന്ന് അറിയുന്നത് ആർക്കും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആവില്ല അല്ലേ. മാനസിക രോഗം എന്നല്ല, ഏത് രോഗവും എന്തൊരു കണ്ടീഷൻ ആണെങ്കിലും അത് കഴിവതും വിവാഹത്തിന് മുമ്പ് തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ട് ഓപ്പണായി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് തന്നെ വേണം ഒരു വിവാഹബന്ധത്തിലേക്ക്, ഒരു മാരേജ് കോൺട്രാക്റ്റിലേക്ക് പോവാൻ. രണ്ടാമത്തെ കാര്യം, വിവാഹത്തിന് ശേഷം ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന ആളാണെങ്കിൽ പാർട്ട്ണർ അറിയാതെ ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ അനാവശ്യമായിട്ടുള്ള അൺനെസസറി കോംപ്ലിക്കേഷൻസ് ഒക്കെ അത് കാരണം ഉണ്ടാവാം. സോ ഒരു മാനസിക രോഗമുള്ള ഒരാൾ വിവാഹത്തിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും കഴിയുന്നത്ര മറ്റ് പങ്കാളിയെയും കൂടുതൽ വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ, മാക്സിമം കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ വേണം ആ ഒരു വിവാഹ ബന്ധത്തിലേക്ക് പോകാൻ. ഇതാണ് അതിൻ്റെ ഒരു ബയോ സൈക്കോ സോഷ്യലായിട്ടുള്ള ആസ്പെക്റ്റ്. അടുത്തത് ഇതിൻ്റെ ഒരു ലീഗൽ ആസ്പെക്ട്സ് ആണ്. നമുക്കറിയായിരിക്കും ഇന്ത്യയിൽ പേഴ്സണൽ ലോസ് പലതാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന റിലീജിയൻ അനുസരിച്ചിട്ട് ഇന്ത്യയിൽ നമുക്ക് പല പേഴ്സണൽ ലോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മാരേജ് ചെയ്യുന്നത് ഒരു ഹിന്ദു ആണെങ്കിൽ ഒരു ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമായിരിക്കും, ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ മാരേജ് ആക്ട് പ്രകാരമാണ്, മുസ്ലിംസ് അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ലോസ് ഉണ്ട്, മറ്റ് മതവിഭാഗങ്ങളിലുള്ളവർക്ക് അവർക്കും ഉണ്ട്. ഇതൊന്നും അല്ലാത്ത മതവിഭാഗങ്ങളിൽ പെടാത്തവർക്കോ അല്ലെങ്കിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കോ വേണമെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്ന ഒരു മാരേജ് ആക്ട് ഫോളോ ചെയ്തും കല്യാണം കഴിക്കാവുന്നതാണ്. ഈ ഡൈവേഴ്സ് റൂൾസും വിവാഹമോചനം നേടാനുള്ള ലോസും നമ്മൾ ഏത് രീതിയിലുള്ള കല്യാണം, ഏത് ആക്ട് പ്രകാരമാണോ നമ്മൾ കല്യാണം കഴിച്ചിരിക്കുന്നത് അതിന് പ്രകാരം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് നമുക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് തന്നെ ആദ്യം എടുക്കാം. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ സെക്യുലർ ആയിട്ടുള്ള ഒരു മാരേജ് ആക്റ്റാണ്. അതായത് ഏത് മതവിഭാഗക്കാർക്കും ഈ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കാം, ഏത് മതവിഭാഗക്കാർക്കും ഇത് യൂസ് ചെയ്യാം, ഒരു മതത്തിലില്ലാത്ത ആളുകൾക്കും എത്തിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കും യൂസ് ചെയ്യാവുന്ന ഒന്നാണ് സ്പെഷ്യൽ മാരേജ് ആക്ട്. ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ
ഇൻസാനിറ്റി ഓഫ് മൈൻഡ്, അതായത് വളരെ തീവ്രമായിട്ടുള്ള മാനസിക രോഗം ഡൈവേഴ്സിനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് തന്നെയാണ് പറയുന്നത്. അത് പല കോടതി വിധികളും ഇത് പിന്നീട് ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ടിലെ സെക്ഷൻ 27 ആണ് ഈ മെൻ്റൽ ഇൻസാനിറ്റി അല്ലെങ്കിൽ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഡൈവേഴ്സിനുള്ള ഒരു വാലിഡ് റീസൺ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഹിന്ദു മാരേജ് ആക്ട് നോക്കുവാണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 13, സെക്ഷൻ 13 ഓഫ് ഇന്ത്യൻ മാരേജ് ആക്റ്റും ഇതേപോലെ ക്രോണിക് അൺക്യൂറബിൾ മെൻ്റൽ ഡിസോർഡേഴ്സിനെ ഡൈവോഴ്സിന് ഉള്ള ഒരു കാരണമായി തന്നെയാണ് പറയുന്നത്. പിന്നെ മറ്റ് പേഴ്സണൽ ലോസും അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ മാരേജ് ആക്ട് ആണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം വ്യക്തി നിയമങ്ങളാണെങ്കിലും അവയിലെല്ലാം തന്നെ അൺക്യൂറബിളും സിവിയറുമായിട്ടുള്ള ഒരു മെൻ്റൽ ഡിസോർഡർ ഡൈവോഴ്സിന് കാരണമാക്കാവുന്ന ഒന്നായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. സോ ലീഗലി അൺക്യൂറബിൾ മെൻ്റൽ ഡിസോർഡർ ഡൈവോഴ്സിന് ഒരു അക്സെപ്റ്റബിൾ റീസൺ ആയിട്ടാണ് നമ്മുടെ ഒരുവിധം എല്ലാ മാരേജ് ആക്റ്റുകളും, സ്പെഷ്യൽ മാരേജ് ആക്ട് ഉൾപ്പെടെയുള്ള എല്ലാ മാരേജ് ആക്റ്റുകളും കാണുന്നത്. സോ ഇതാണ് അതിൻ്റെ ലീഗൽ ആസ്പെക്റ്റും അതിൻ്റെ ബയോ സൈക്കോ സോഷ്യൽ മോഡലായിട്ടുള്ള ഒരു ആസ്പെക്റ്റും.